എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഇസ്ലാമിക ഭീകരവാദ ആക്രമണത്തിന് ശേഷം ഇന്ത്യ ആദ്യം വിളിച്ച് ആശ്വസിപ്പിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനായിരുന്നു. പുടിൻ നരേന്ദ്രമോദിയുമായിട്ട് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും റഷ്യ ഇന്ത്യക്കായിട്ട് ഓഫർ ചെയ്തു. അതിനുശേഷമാണ് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു നരേന്ദ്രമോദിയുമായിട്ട് ഏകദേശം 35 മിനിറ്റോളം ഫോണിൽ സംസാരിച്ചു. എല്ലാവിധ സൈനിക സഹകരണങ്ങളും ഇസ്രായേൽ ഇന്ത്യക്കായിട്ട് ഓഫർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അതായത് നിരപരാധികളായ 28ഓളം ഹിന്ദു ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തിയ ആ തീവ്രവാദികളെ പിടിക്കാനുള്ള ഓപ്പറേഷൻ, ഇന്ത്യ നടത്തുന്ന ഓപ്പറേഷൻ ഒരു ഇന്ത്യ ഇസ്രായേൽ ജോയിന്റ് ഓപ്പറേഷൻ ആയിരിക്കും എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്ത കൊടുത്തത് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് ഏകദേശം 25ഓളം ഇസ്രായേൽ ഡെലിഗേറ്റ്സ് ഇന്ത്യ സന്ദർശിച്ചു. അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര വിദഗ്ധരുമായി ഇവർ സംസാരിച്ചു എന്നാണ് പുറത്തുവരുന്നത്. അപ്പോൾ ഈ 25 പേര് മൊസാദിൻ്റെ ആൾക്കാർ ആണ് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യൽ പുറത്തുവിട്ടില്ല, സംശയം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ്? അതായത് ഈ കാശ്മീരിൽ നടന്നൊരു ആക്രമണം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മൊസാദ് ഇന്ത്യയിൽ വരുന്നു, ഇന്ത്യ ഇസ്രായേൽ ഒരു ജോയിന്റ് ഓപ്പറേഷൻ നടക്കുന്നതിലെ സംശയങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ ഇന്ത്യ ഇസ്രായേൽ ഒരു സംയുക്ത ഓപ്പറേഷൻ ഇവന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ തീവ്രവാദികളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഈ അടുത്ത കാലത്ത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലുണ്ടല്ലോ ഈ ഹമാസിൻ്റെ ആൾക്കാർ, അതായത് ഇസ്രായേലി അടുത്ത കാലത്ത് ഏകദേശം 10-25ഓളം ഈ ഹമാസിൻ്റെ ടീമിനെ വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വിട്ടിരുന്നു, പുറത്ത് ജയിൽ മോചിതരാക്കിയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ ജയിൽ മോചിതരായ ഉടനെ തന്നെ ഈ പാകിസ്ഥാൻ അവരെ അവിടത്തേക്ക് ക്ഷണിക്കുന്നു, പാകിസ്ഥാനിലേക്ക് ക്ഷണിക്കുന്നു. ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ കൊണ്ടുവന്ന് അവർക്ക് വലിയ ഒരുപാട് സുഖ സൗകര്യങ്ങൾ കൊടുത്ത് വലിയ മീറ്റിങ്ങുകൾ, ഒരുപാട് വലിയ വൻ ജനാവലികൾക്ക് മുന്നിലൊക്കെ അവർ പ്രസൻറ്റ് ചെയ്യുന്നു, ആദരവ് കൊടുക്കുന്നു, വലിയ പരമോന്നത ബഹുമതി കൊടുക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഈ പാകിസ്ഥാൻ നടപ്പാക്കി. അപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടല്ലോ ഈ ഇസ്മായിൽ ഹനിയ, ഹമാസിൻ്റെ പഴയ തലവൻ, ഒരു പ്രസ്താവന നടത്തി. എന്താണെന്നറിയോ? അതായത് പാകിസ്ഥാൻ നമ്മുടെ വലിയേട്ടനാണ്. വലിയേട്ടെന്ന് വെച്ചാൽ അവർ ഏത് കോണ്ടസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഇസ്രായേൽ ഈ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ അധിനിവേശം നടത്തുന്നു. അപ്പോൾ അതേമാതിരിയാണ് ഇന്ത്യ കശ്മീരിലും അധിനിവേശം നടത്തുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും സമാനമായ സാഹചര്യം നേരിടുകയാണ്. ഈ ഹമാസും ഈ പാകിസ്ഥാനും സമാന സാഹചര്യം നേരിടുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നേറണം, അധിനിവേശത്തിനെതിരെ ഒരുമിച്ച് മുന്നേറണം എന്നാണ് ഇസ്മായിൽ ഹനിയ പറയുന്നത്. അപ്പോൾ 2024 ജൂലൈ അവസാനം ജൂലൈ 30 കൂടിയാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇറാൻ ഉണ്ടല്ലോ, ടെഹ്റാൻ ഒരു ദേശീയ ദുഃഖാചരണം ആചരിച്ചു. ഈ ദേശീയ ദുഃഖാചരണം ആചരിച്ചതിന് ശേഷം അവർ പാകിസ്ഥാനടുത്തും പറഞ്ഞു, പാകിസ്ഥാനെ സജസ്റ്റ് ചെയ്തു, നിങ്ങളും ഇത്തരത്തിലുള്ള ഒരു ദുഃഖാചരണം ആചരിക്കണം എന്ന് അവരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില കോണുകളൊക്കെ ഈ ഈ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതിന് പാകിസ്ഥാനിൽ വലിയൊരു ദുഃഖാചരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാനും ഹമാസും തമ്മിൽ ഒരു ഇമോഷണൽ കണക്ഷൻ നേരത്തെ ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വേറെ ചെറിയൊരു ഡെവലപ്മെൻറ്റും കൂടി ഉണ്ട്. ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഈ ഹമാസിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഖാലിദ് ഖദോമി എന്ന് പറയുന്നത്. ഖാലിദ് ഖദോമി ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വിസിറ്റ് ചെയ്തു. അപ്പോൾ ജെയ്ഷെ മുഹമ്മദ് എന്ന് വെച്ചാൽ അവിടുത്തെ വലിയ തീവ്രവാദ ഔട്ട്ഫിറ്റാണ്. അപ്പോൾ അവരുടെ ഒരു ട്രെയിനിങ് ക്യാമ്പ്, കോമ്പാറ്റ് സിമുലേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ട്രെയിനിങ് ക്യാമ്പ്, അതായത് ഈ യുദ്ധത്തിലേക്ക് ആൾക്കാർക്ക് എങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുക്കില്ല. ഇപ്പോൾ കാശ്മീരിൽ പെഹൽഗാമിൽ അറ്റാക്ക് നടത്തില്ല, അവർക്ക് ഒരുപാട് ട്രെയിനിങ് കിട്ടിയിരുന്നു. അത്തരത്തിലുള്ള തീവ്രവാദികളെ സെലക്ട് ചെയ്ത്, ഇപ്പോൾ യുവാക്കളെ സെലക്ട് ചെയ്ത് ഈ ട്രെയിനിങ് നടക്കുന്ന ഒരു സെൻറ്ററാണ് കോമ്പാറ്റ് സിമുലേഷൻ സെൻറ്റർ. ആ ഹെഡ് ക്വാർട്ടേഴ്സ് വിസിറ്റ് ചെയ്തു. അതായത് പാകിസ്ഥാൻ ആർമിയുടെ തലവൻ അസിം മുനീറായിട്ട് ഈ ഖാലിദ് ഖദോമി എന്ന് പറയുന്ന ഹമാസിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ അവിടെ വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇവർ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ഒരു ഇമോഷണൽ കണക്ഷൻ ആദ്യം ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം ഇവർ പരസ്യമായിട്ടുള്ള ഒരു സഖ്യത്തിലേക്ക് നീങ്ങുന്നുള്ളൊരു കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടായി. പിന്നെ ഫെബ്രുവരി 10 ഈ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹമാസിൻ്റെ അവിടെ ഒരു വലിയ റാലി സംഘടിപ്പിക്കുന്നു ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ, ഈ കാശ്മീർ സോളിഡാരിറ്റി ഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഖാലിദ് ഖദോമി അവിടെ വലിയൊരു പ്രസംഗം നടത്തി. ഏകദേശം 3 മണിക്കൂറോളാണ് ഈ ഖാലിദ് ഖദോമി അവിടെ പ്രസംഗിച്ചത്. അപ്പോൾ അതിൽ കൂടുതൽ സംസാരിച്ചത് അധിനിവേശം, ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ ഇസ്രായേൽ അധിനിവേശം നടത്തുന്നു, അതുമാതിരിയാണ് ഇന്ത്യ ഇവിടെയും അധിനിവേശം നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് മുന്നേറണം, എല്ലാവിധ സഹായ സഹകരണങ്ങളും ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രസംഗിച്ച ഒരു വലിയൊരു സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഖദോമി പ്രസംഗിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയും ഇസ്രായേലും ഒരു സാമ്പത്തിക ഇടനാഴി, അതായത് ഒരു ഫിനാൻഷ്യൽ കോറിഡോർ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനുണ്ട്. അവർ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അവരൊരു കൺസോർഷ്യം സൈൻ ചെയ്തിട്ടുണ്ട്, അതിൽ അവർ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഒരു ഇടനായിട്ട് ഒരു ഫിനാൻഷ്യൽ കോറിഡോർ ഉണ്ട്, അതിന് ബദലായിട്ടാണ് അവർ അത് ചെയ്യുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ ഖദോമി പറയുന്നത്, നമ്മൾ ഈ ഹമാസ് ഇടപെട്ടതിന് ശേഷമാണ് ആ ഇന്ത്യ ഇസ്രായേൽ ഫിനാൻഷ്യൽ കോറിഡോർ മൊത്തത്തിൽ കുളമായി, അത് ചവറ്റുകൊട്ടയിലോട്ട് പോയി എന്ന തരത്തിൽ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള വൈകാരികമായ പല
പല കാര്യങ്ങളും പറഞ്ഞ് പാകിസ്ഥാൻ എന്താ പറയുക ഹമാസായിട്ടുള്ള ഒരു വലിയൊരു സെറ്റപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ തന്നെ ഹമാസിനെ ഒഫീഷ്യലായിട്ട് പാകിസ്ഥാനിൽ ക്ഷണിച്ചിട്ട് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ അതായത് സുഖവാസ കേന്ദ്രങ്ങളിൽ താമസിപ്പിച്ച് ഇന്ത്യക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ്. അത് ഇപ്പോഴും അവിടുത്തെ പാകിസ്ഥാനിലെ സാമ്പത്തികമായ അവസ്ഥകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കിപ്പം ഒരുപാട് നേരം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം ദരിദ്രമായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്താ പറയുക സാമ്പത്തികമായി പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. നമ്മുടെ ഇവിടെയൊക്കെ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ ഇന്ത്യക്ക് എത്രയോ മുകളിലാണ് പാകിസ്ഥാൻ. അത് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടുത്തെ കുറേ സുഡാപ്പി സംഘടനകൾ പൈസ കൊടുത്ത് ഇന്ത്യ താറടിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും BJP സർക്കാരിനൊക്കെ താറടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഹാപ്പിനെസ് ഇൻഡെക്സ് അങ്ങനെയുള്ള ഓരോരോ ടൈപ്പ് പരിപാടിയായിട്ട് വരും. അതൊക്കെ വിട്, അത് വേറെ കാര്യം. അപ്പോൾ എന്ത് തന്നെയാലും പാകിസ്ഥാൻ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യാനോ ഇന്ത്യക്കെതിരെ പോരാടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഹമാസിനെ ക്ഷണിച്ച് ആനയിച്ച് പൂമാലയിട്ടിട്ട് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. അവരെ എല്ലാവിധ സഹായ സഹകരണം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഇവിടെ പെഹൽഗാമിൽ നടന്ന ഓപ്പറേഷനിൽ ഇസ്രായേലിന് എന്താണ് കാര്യം എന്ന് ചോദിച്ചില്ലേ, ഈ ഇതാണ് ആ കോണ്ടക്സ്റ്റ്. ഈ കോണ്ടക്സ്റ്റിലാണ് എന്താ പറയണ്ടേ ഈ ഇസ്രായേലിൻ്റെ ആ ഒരു പ്രസക്തി വരുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹമാസിനും പങ്കുണ്ട്. ഹമാസ് ആയിരിക്കാം ചിലപ്പോൾ ഈ പെഹൽഗാമിൽ നടന്ന അറ്റാക്കിന് അവിടുത്തെ തീവ്രവാദികൾക്ക് ഈ ട്രെയിനിങ് കൊടുത്തതെന്നുള്ള ഒരു സുപ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ ചില ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കോണ്ടക്സ്റ്റാണ് എന്താ പറയേണ്ടത് ഇന്ത്യ ഇസ്രായേൽ ഒരു ജോയിൻ്റ് ഓപ്പറേഷൻ വരാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇവർ ഹമാസിൻ്റെ പുതിയ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാ രാജ്യങ്ങൾക്കും വ്യാപിപ്പിക്കേണ്ട പരിപാടിയാണ്. ഇസ്രായേലിൽ മാത്രമല്ല, ഈ പലസ്തീനിൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലോട്ടും ഹമാസിൻ്റെ എന്താ പറയേണ്ടത് ഹമാസിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങാനുള്ളൊരു പദ്ധതി അവർ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലും ഇപ്പം കേരളത്തിൽ നമുക്ക് തന്നെ അറിയാം, ഇവിടെ തൃത്താലയിൽ നടന്ന ഒരു ഗ്രാമോത്സവത്തിൽ അവിടെ ഹമാസിൻ്റെ ലീഡേഴ്സിനൊക്കെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് നടന്ന ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ എന്താ പറയുക മുസ്ലിം ലീഗ് സുഡാപ്പികൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാണ്. അതായത് ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു നറേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ആവശ്യം എന്ന് വെച്ചാൽ എല്ലാ രാജ്യത്തും ഇപ്പോൾ ഹമാസിനെ അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, ഹമാസിന് യൂണിറ്റ് തുടങ്ങണം. അപ്പോൾ കേരളത്തിലും ഹമാസ് ഫാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എറണാകുളത്തൊക്കെ പല ബസ്സുകളുടെ പുറത്തൊക്കെ ഹമാസിൻ്റെ നേതാക്കന്മാർ ഹമാസിന് വി ലവ് ഹമാസ് എന്നൊക്കെ ഇല്ലേ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. അപ്പോൾ ഹമാസോളികൾ എന്ന് സോഷ്യൽ മീഡിയ വിളിക്കുന്ന അത്തരത്തിലുള്ള ഹമാസിന് പോലും ഫാൻസ് ഇവിടെ വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമാണ് അവർക്കറിയാം. ഇത് നേരത്തെ ഇന്ത്യക്ക് പറയാം, മൊസാദിനും കാര്യങ്ങളൊക്കെ അറിയാം. ഈ ഹമാസിൻ്റെ ഫാൻസും എന്താ പറയേണ്ടത് അത്തരത്തിലുള്ള ആൾക്കാർ ഇന്ത്യയിലും പല സംസ്ഥാനത്തും ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തൊക്കെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഹമാസിനെ നിരോധിച്ചില്ല. അപ്പോൾ നിരോധിച്ചാൽ മാത്രമേ അതിനെതിരെ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി എന്തുകൊണ്ട് എറണാകുളത്തെ ബസ്സിനൊക്കെ ഇങ്ങനത്തെ ഹമാസിന് ലീഡേഴ്സിനൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന വീൽ ഓഫ് ഹമാസിനൊക്കെ എഴുതിയ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല, കേസ് എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഹമാസിനെ ഇന്ത്യ ഒരിക്കലും ഒഫീഷ്യലായിട്ട് ബാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ IS-നൊക്കെ ബാൻ ചെയ്തില്ല. അപ്പോൾ IS-ന്റെ എന്തെങ്കിലും ഇതൊക്കെ ഇത് കഴിഞ്ഞാൽ പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ടുപോകും. അതുമാതിരിയല്ല ഹമാസിനെ നിരോധിച്ചില്ല. അപ്പോൾ ഇന്ത്യ ഉടൻ തന്നെ ഇന്ത്യ ഹമാസിനെ നിരോധിക്കും. ഇന്ത്യ ഇസ്രായേൽ ജോയിൻ്റ് ഓപ്പറേഷൻ ആയാലും അത്ഭുതപ്പെടാനില്ല. ദേശീയ മാധ്യമങ്ങൾ സംശയിച്ചാൽ ഒരു തെറ്റുമില്ല. ഇവന്മാരെ പൊക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇസ്രായേൽ സംയുക്ത ജോയിൻ്റ് ഓപ്പറേഷൻ എന്തായാലും സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ POKയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.